ഇന്ന് കൈത്താക്കാലത്തിൻ്റെ 4-ാമത്തെ ഞായറാഴ്ച. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. നിരർത്ഥകങ്ങളായ പാരമ്പര്യങ്ങളെ പ്രതി ദൈവവചനം ലംഘിക്കരുതെന്നാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഫരീസയരും നിയമജ്ഞരുമൊക്കെ പാരമ്പര്യത്തിൻ്റെ പിൻബലത്തിൽ ഒരുപാട് കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട് ഈശോയുടെ മേലും അപ്പസ്തോലന്മാരുടെ മേലുമൊക്കെ. അവർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചും സാപത്തിനെക്കുറിച്ചുമൊക്കെയുള്ള ഒരുപാട് കുറ്റങ്ങൾ അവരുടെ മേലെ ഇങ്ങനെ ആരോപിക്കുന്നുണ്ട്. നമുക്ക് ധ്യാനിക്കേണ്ടത് ആർക്കും വേണ്ടിയല്ലാതെ, ഒന്നും ആവശ്യപ്പെടാനില്ലാതെ നമുക്ക് എത്ര നേരം ക്രിസ്തുവിൻ്റെ കണ്ണുകളിൽ നോക്കിയിരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ നിയമങ്ങളുടെയും പിൻബലങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ചങ്ക് നിറച്ച് ഈശോയെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നിയതമായ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും കൂദാശകളുമൊന്നുമില്ലാതെ ദൈവാനുഭവത്തിലായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരാണ്. നമ്മുടെയൊക്കെ ഈ അനുധാവനം എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും ആരാധനാ രീതികളുമൊക്കെ നമ്മെ ഓരോരുത്തരും എത്രമാത്രം ആത്മീയമായി വളർത്തുന്നുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസം എത്രമാത്രം ആഴത്തിലാണ് ഇന്ന് വളരുക. ഒരുപാട് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഒന്നിൻ്റെയും ആരുടെയും സഹായമില്ലാതെ നമുക്ക് ദൈവസാന്നിധ്യ സ്മരണയുണ്ടാവണം. ആരും പറയാതെ, അത് മാതാപിതാക്കളാവാം, അധികാരികളാവാം, ആരുടെയും നിർബന്ധമില്ലാതെ, ഒരു മണിയൊച്ചയുമില്ലാതെ ദൈവമേ എന്നൊരു വിളി നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് ഉയരാറുണ്ടോ? സ്നേഹമുള്ളവരെ, പാരമ്പര്യങ്ങളൊക്കെ നന്മയ്ക്കു വേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ, മനുഷ്യത്വത്തിന് സഹായകമാകുന്ന തരത്തിലുള്ളവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഈശ്വര സ്നേഹമുണ്ടാവണം, ഒരു ഈശ്വര സാധനയുണ്ടാവണം. അതാണ് ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇന്നിൻ്റെ പ്രാർത്ഥനകളും ഇന്നിൻ്റെ കൂദാശകളുമൊക്കെ നമ്മെ ഓരോരുത്തരെയും അതിനെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.